ഇപ്പൊ എനിക്കൊരു പുതിയ എനിമി വന്നിട്ടുണ്ട്. എന്നിത് ഇവിടെ പിച്ചി. എന്റെ മോളെ പിച്ചി ആ കൈ ഞാൻ ചതച്ചു കളയും. ആരാ മോളേത്? ട്യൂഷൻ ടീച്ചർ. അമ്മമ്മ കൊണ്ടുവന്നതാ. വെക്കേഷനും ട്യൂഷൻ ഉണ്ട്. അത് വെക്കേഷൻ അല്ലേ? അപ്പൊ മോള് വീട്ടിലുണ്ടെങ്കിലല്ലേ? ഞാൻ എവിടെയാ പോവാ? എവിടെയും പോവില്ലെന്നാ മമ്മി പറഞ്ഞത്. എന്താ ചെയ്യാ? മമ്മി കൊണ്ടുപോണ്ട, അങ്കിൾ കൊണ്ടുപോവാ മോളെ. എവിടെയാ? അങ്കിളിന്റെ നാട്ടിലേക്ക്. അതെവിടെയാ? ദൂരെ 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 ദൂരത്തിന്റെയും അപ്പുറത്ത് 7 മലയും 7 പുഴയും കടന്ന് പിന്നെ ഒരു കൊച്ചു പുഴയുടെ തീരത്ത് കുറിഞ്ഞുമല എന്നൊരു കൊച്ചു നാട്. നമ്മൾ തോണി കയറി ഈ പുഴ കടന്നാലാണ് അങ്കിളുടെ നാട്ടിലെത്തുക. എന്ത് ചന്തക്കാരി പുഴയാണെന്നറിയോ? പുഴ കടന്ന് അക്കരെ എത്തിയ പുഴക്കരയിൽ മേയുന്ന ഒരുപാട് തുള്ളിച്ചി പശുക്കളുണ്ടാവും, ഗീതമുളയും കാത്ത്. പച്ചപ്പുല്ലും പുഴയിലെ നല്ല മധുരമുള്ള വെള്ളവും കുടിച്ച് അങ്ങനെ മതിച്ച് നടക്കാവും തുള്ളിച്ചുകള്. ആ കുറിഞ്ഞുമലയിൽ അങ്ങനെയാ, എല്ലാത്തിനും മധുരമുണ്ട്. ഇതാണ് കുറിഞ്ഞുമല. മല നിറയെ കുറിഞ്ഞിപ്പൂക്കളാ. പൂ പറിക്കാൻ കൊച്ചു കൊച്ചു കൂടകളുമായിട്ട് ആകാശത്തു നിന്ന് മേഘങ്ങൾ ഇറങ്ങി വരും. ഇവിടെ നിന്ന് നോക്കിയ ഇരുട്ടുകുത്തിമല കാണാം. ഇവിടെയോ? ഇവിടെ എത്രയാന്നറിയോ വികൃതി കുരങ്ങന്മാര്. കബീഷ് മുമ്പ് വരാറുണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കാണാൻ. ഇപ്പൊ മൂപ്പർ അല്പം ബിസിയാ. ഇതാണ് ഡ്രൈവർ അങ്കിളുടെ വീട്. ഇവിടെ ഗീതമോളെ കാണാൻ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നറിയോ? ഇത് ഡ്രൈവർ അങ്കിളുടെ മുത്തച്ഛൻ. എത്ര ആയിരം കഥയും പാട്ടും ഒക്കെ അറിയാമെന്നറിയോ മുത്തച്ഛന്? ഇത് ഡ്രൈവർ അങ്കിളുടെ അമ്മ. അമ്മയ്ക്കും അറിയാം ഒരുപാട് കഥകളൊക്കെ. ഇത് അങ്കിളുടെ ചേച്ചി, മണിക്കുട്ടിയുടെ അമ്മ. ഇതാണ് കറവക്കാരൻ മാരിയപ്പൻ. ഈ പഴഞ്ച സൈക്കിളിലാ മൂപ്പരുടെ സഞ്ചാരം. അവിടുത്തെ തുള്ളിച്ചി പശുക്കൾക്കാർക്കും കണ്ടുകൂടാ മാരിയപ്പന്. മാരിയപ്പനല്ലേ അവരുടെ പാലെല്ലാം കറന്നുകൊണ്ട് പോകുന്നത്. ഇതാരാണെന്നറിയോ? അല്ല, ഇതാണ് വെള്ളാടിമുത്തി. മന്ത്രവാദിനിയാ. കണ്ടില്ലേ, നീളം പല്ലും കഴുത്തിൽ തലയോട്ടി മാലയും. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടുകുത്തിമല ഇറങ്ങി വരും. ഹേയ്, അങ്കിളൊരു മന്ത്രം ചൊല്ലി നിർത്തിരിക്കല്ലേ, എന്നോട് കളിക്കില്ല. കളിച്ച വെള്ളാടിമുത്തിയെ ഞാൻ ഈ ഹെലിക്കുട്ടിയാക്കി കളയും. എല്ലാവരും ഉണ്ട്, മണിക്കുട്ടി ഒഴികെ. മണിക്കുട്ടി പോയി. കണ്ണെത്താത്തൊരിടത്ത്, കയ്യെത്താത്തൊരിടത്ത്. ദൈവത്തിന്റെ നാട്ടില്. എന്തിനാ പോയേ? അത് കുറിഞ്ഞുമലയിൽ എല്ലാവർക്കും മണിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ട് ദൈവത്തിന് അസൂയ തോന്നിക്കണം. ഒരു ദിവസം ആരും അറിയാതെ ദൈവം സ്വർഗവാതിലും തുറന്നു വന്ന് മണിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി. എല്ലാവരെയും വേദനിപ്പിച്ചപ്പോ ദൈവത്തിന് സന്തോഷമായി കാണും. എനിക്കെന്താ മണിക്കുട്ടിയെ മാത്രം വരച്ചു തരാത്തെ? ഇപ്പൊ നീയല്ലേ എന്റെ മണിക്കുട്ടി? ഫ്രൈഡേ വെക്കേഷൻ തുടങ്ങാ കുട്ടിക്ക്. ഡാഡിയുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഡെയിലി രാവിലെ വൈകിട്ടും ആക്കിക്കോളൂ ട്യൂഷൻ. കുറുമ്പ് അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. വിത്ത് പ്ലഷർ. വേണമെന്നുണ്ടെങ്കിൽ ഡേ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാർ. ഓ യെസ്. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ് ഐസേ. ടീച്ചർ ഇരുന്നതിന് ശേഷം മാത്രം ഇരിക്കുക. അണ്ടർസ്റ്റാൻഡ്? Sit down. Okay then. We will start with our lessons. 1 plus 1 is equal to, then 2 plus 2 is equal to, 3 plus 2 is equal to, then 4 plus 4 is equal to, then 5 plus 5 is equal to, then 6 plus 6. എവിടാ ശ്രദ്ധിച്ചിരിക്കുന്നേ? എഴുതിയോ? നോക്കട്ടെ. ഷോ മീ. ഷോ.
എന്താ മോളെ? ടീച്ചർ ചോദിച്ചു വെക്കേഷൻ എവിടെയാ പോണേന്ന്. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്കിളിനോടും പറയില്ല? ഞാൻ അങ്കിളിന്റെ കൂടെയല്ലേ പോന്നത്. എവിടെ? അങ്കിളിന്റെ നാട്ടില്. അങ്കിളല്ലേ പറഞ്ഞത് വെക്കേഷന് കൊണ്ടുപോവാന്ന്. ഓ അതോ, അത് ഈ വെക്കേഷൻ അല്ലോ, വലിയ വെക്കേഷൻ അല്ലേ, സ്കൂൾ അടയ്ക്കുന്ന സമയത്ത്. വേണ്ട കേട്ടോ, ഈ വെക്കേഷനാ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. ബെല്ലടിച്ചു. മോളിപ്പോ ക്ലാസ്സിൽ പോ, അത് നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ കൊണ്ടുപോവല്ലോ? ഇപ്പൊ മോള് ക്ലാസ്സിൽ ചെല്ലും. ഉറപ്പായിട്ട് കൊണ്ടുപോവല്ലോ? പ്രോമിസ്? ഗീതു വരൂ. കാറി കയറൂ. ഞാൻ സ്കൂൾ ബസ്സിൽ വരാം. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കാറി കയറൂ. വല്യച്ഛാ, എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്തല്ല ഹാപ്പി ക്രിസ്മസ് പറയണോ, അതുകൊണ്ടാ ബസ്സിൽ വരാന്ന് പറഞ്ഞത്. നല്ല വല്യച്ഛനല്ലേ. എന്നാ ബസ്സിൽ അങ്ങോട്ട് തന്നെ വന്നേക്കണം. നിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇറങ്ങരുത്, മനസ്സിലായോ? എന്നാ പൊക്കോ. ഡ്രൈവർ വണ്ടി എടുക്ക്. ഗീതു മോളെ കണ്ടില്ലല്ലോ. ആ ഭാസ്കര പിള്ള വരണുണ്ട് കാറില്. അയാൾ കൊണ്ടുപോയി കാണും. യാത്ര പോലും പറയാതെ പോയി മോള്. വെക്കേഷൻ അല്ലേ. താൻ വണ്ടി വിട്. പോയെങ്കി പോട്ടെ, താൻ വണ്ടി വിട്. നീ മോളെ വിളിക്കാൻ പോയില്ലേ? പോയിട്ടാ വരുന്നത്. അവള് സ്കൂൾ ബസ്സിൽ വരാന്ന് പറഞ്ഞു. അതിന് ബസ് ഇപ്പൊ തന്നെ ഇതുവഴി പോയാലോ? നീ വിളിക്കുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ നോക്കിയതുമില്ല. ഓഹോ, അപ്പോ കോന്തം പൊതുവാളോ ജസ്റ്റിസ് തള്ളയോ അവളെ അവിടെ പിടിച്ചിറക്കി കാണും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലിയച്ചി, ഞാൻ എന്റെ വാക്ക് സംസാരിക്കാൻ പോവാണ്. എവിടെ ഫോൺ? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഫോൺ ചെയ്ത് ആ തള്ളയുടെ വായ കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള തെറി നീ ഞാനും കേൾക്കാൻ എന്തിനാ എത്ര ദണ്ണപ്പെടുന്നത്? അവൻ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കട്ടെ. നീ എന്റെ ഹെയർ ഡൈ വാങ്ങിച്ചോണ്ട് വന്നു. ഹെയർ ഡൈ? ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണ് ചേനക്കാര്യം. ഒന്നുട്ടെ. അയ്യോ, അവന്റെ ഒരു ചേനക്കാരി. അയ്യോ തെറി. അപ്പൊ ഇനി അവധി കഴിഞ്ഞിട്ട് കാണാം. ഓ നന്ദ, ഓ കുറച്ച് കൂവപ്പടി കൊണ്ടുവരാന്ന് പറഞ്ഞ് മറക്കില്ലല്ലോ. കമത്താത്തിയേ, എന്താ ഇത് ഓപ്പടി കഴിച്ച് വയസ്സാകാലത്ത് സൗന്ദര്യം വെപ്പിക്കാൻ പോണേ? ഓ, അല്ലെങ്കിൽ തന്നെ എനിക്ക് സൗന്ദര്യത്തിന് എന്താണ് ചക്ക ഒരു കുറവ്? നീ മറക്കാതെ ആ സാധനം കൊണ്ടുപോയി. മറക്കില്ല പോരെ. ഡ്രൈവർ അങ്കിൾ, ഇത് മോളെ ഞാനിവിടെ ഒളിച്ചിരിക്കായിരുന്നു. മോള് നല്ല പണിയായി കാണിച്ച്. എന്താ വീട്ടിൽ പോയിരുന്നു? ഞാൻ പോയില്ല, അങ്കിളിനോട് വരാൻ പോവാ. അയ്യോ, മോളെ കൊണ്ടുപോയാ മോളുടെ ഡാഡിയും മമ്മി അങ്കിളിനെ വഴക്ക് പറയില്ലേ? ഡാഡി മമ്മി അറിയില്ലല്ലോ. അവര് മോളെ അന്വേഷിക്കില്ലേ? എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞതോ? അത് മോളുടെ ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ? അതിന് ഡാഡിയും മമ്മിയും പിണക്കുവാ. വാ, അങ്കിൾ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ അങ്കിളിന്റെ കൂടെ നാട്ടിലേക്ക് വരും. ഇത് മോള് നല്ല കുട്ടിയല്ലേ, അങ്കിളുടെ മോളല്ലേ. അങ്കിൾ പറയുന്നേക്ക്. ഇനി ഒരിക്കൽ മോൾ അങ്കിൾ കൊണ്ടുപോവാ. വേണ്ട, അങ്കിൾ പ്രോമിസ് പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞ കണ്ണു പൊട്ടും. ഇത് മോളെ ഇങ്ങനെ വാശി പിടിച്ചാലോ? വേണ്ട, അങ്കിളല്ലേ പറഞ്ഞ എല്ലാരും എന്നെ കാത്തിരിക്കുന്നു. അമ്മയും അപ്പൂപ്പനും മണിക്കുട്ടിയുടെ അമ്മയൊക്കെ ഇതുപോലെ ചെന്നില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ? ഇത് മോളെ മോളെ അങ്കിൾ ഒന്നും പറയട്ടെ. ഡ്രൈവർ അങ്കിൾക്ക് എന്നെ ഇഷ്ടമല്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല. ഇത് മോളെ എന്നെ കൊണ്ടുപോവോ? എന്നെ കൊണ്ടുപോവോ? പ്രോമിസ്.
ഭംഗിയാ. മോക്ക് ഇഷ്ടമായോ? ഈ പുഴയുടെ അടിയിൽ എന്താ ഉണ്ടാവുക? വെള്ളം. അതിന്റെ അടിയില്? അതിന്റെ അടിയിൽ വെള്ളം. ഏറ്റവും അടിയില്? ഏറ്റവും അടിയിലും വെള്ളം. വെള്ളം ഇല്ലാത്ത അടിയില്? വെള്ളം ഇല്ലാത്ത അടിയില് അയ്യോ മോളെ ബാഗ് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെള്ളം ഇല്ലാത്തതിന്റെ അടിയില് ബാഗ് ഉണ്ടാവല്ലോ. അത് പോത്ത് വയറ് നിറഞ്ഞപ്പോ നീരാട്ടിന് അമേരിക്കെല്ലാം കൂടെ. അത് കുട്ടികള്. പോത്തിന്റെ മക്കളല്ല, കരുമാടിക്കുട്ടന്മാർ. അമ്പാടിയിൽ ഉണ്ണിക്കണന്റെ ചങ്ങാതികളാ. ഇനിയിപ്പോ മോളിലെയും ചങ്ങാതികളാവും അവറ്റകള്. മരുത് പാൽക്കാരൻ മാരിയപ്പന്റെ മോനാ. ഇതാണ് എന്റെ വാലാട്ടിക്കളി. പട്ടണത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക്. ഞങ്ങള് നാട് കാണാൻ ഇറങ്ങിയതാ അല്ലേ മോളെ? ഇത് എന്നെ കഴുത്തിലെ വാല്. ഇത് വാലല്ല, എന്റെ തയ്യാ. ചുമ്മാ ഇത്തവണ മഴ നേരത്തെയാണെന്ന് തോന്നുന്നു. കിഴക്ക് കാറ് കാണുന്നുണ്ട്. ശരിയാ. മോളേതാ? ഞാൻ ഗീതുവാ. മോളിങ്ങി വന്നേ, ഇങ്ങി വന്നേ. അനന്ത വന്നുവല്ലോ. ഏതായി കുട്ടി? എന്റെ കൂടെ വന്നതാ. എവിടുത്തെ അനന്ത? അമ്മ മറന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്കൂളില്? ആ മോളാ ഇത്? എന്റെ കൂടെ പോരണമെന്ന് ഒരേ വാശി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നു അല്ലേ മോളെ? അതെയോ? വികൃതി മോള്. ഇങ്ങോട്ട് വന്നേ. അറിയോ ഞങ്ങളെയൊക്കെ? അവക്ക് എല്ലാരും അറിയാം. ഇതാരാ മോളെ? നല്ല മോള്, നല്ല മോളെ. ചേച്ചി എവിടെ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. അവധിയാ 10 ദിവസം. ബാലേട്ടന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്താ ചേച്ചി? കത്ത് വല്ലതും വന്നോ? ഒന്നും എഴുതിയിട്ടില്ല. ആ നമ്മുടെ നാടും വീടും ഒക്കെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ഹലോ, വാ. സ്കൂളിലെ കുട്ടിയാ ഗീതുമോള്. ഗീതുമോക്ക് ചേച്ചി നന്നായി അറിയാം. ഇതാരാന്ന് പറയാ മോളെ? മണിക്കുട്ടിയുടെ അമ്മ. എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? അത് മോള് വാ. ഉടുപ്പിൽ അപ്പിടി ചെളിയായിരിക്കല്ലേ. ഇത് മാറ്റിയിട്ട് അമ്മമ്മ വേറെ ഉടുപ്പിട്ട് തരാം.